വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജപ്തി വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിലെ കേരള ബാങ്കിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഭീ മിഷൻ കോർ കമ്മിറ്റി അംഗം തൊള്ളൂർ രാജഗോപാലൻ നാഗർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. 2002 കേന്ദ്ര ഗവൺമെന്റ് പാസാക്കി 2014 അധികാരത്തിൽ വന്ന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സർഫാസി നിയമം റദ്ദു ചെയ്യുക, സർഫാസി ആക്ട് പ്രകാരമുള്ള ജപ്തി നടപടികൾ ഒഴിവാക്കുക, 10 സെന്റിന് താഴെ ഭൂമിയുള്ളവരുടെ കാർഷികവും കാർഷികേതരവുമായ കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. രാജ്യത്ത് നിലനിൽക്കുന്ന സർഫാസി നിയമം പാവപ്പെട്ട ജനതയെ വലിയ രീതിയിൽ ബാധിക്കുന്നതിനാൽ ഈ നിയമം റദ്ദു ചെയ്യണമെന്ന് ഈ മിഷൻ കോർ കമ്മിറ്റി അംഗം തൊള്ളൂർ രാജഗോപാലൻ നാഗർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടു. ചില ആത്മഹത്യ പ്രവണതകൾ വളർത്തിയെടുക്കുന്നതിന്, കുടുംബപരമായി ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന ചില നടപടിക്രമമാണ് ഈ ജപ്തി നടപടി എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ കാർഷികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തുച്ഛമായ തുകകൾ അവരുടെ വസ്തുവകകൾ ജാമ്യത്തിൽ വെച്ച് ലോൺ എടുക്കുകയും ആ ലോണ് ചില സാഹചര്യങ്ങൾ കൊണ്ട് തിരിച്ചടയ്ക്കാതെ വരികയും ചെയ്യുമ്പോൾ വെറും 10 സെന്റിലും 2 സെന്റിലും 3 സെന്റിലും 5 സെന്റിലും ഒക്കെ കഴിയുന്ന പാവപ്പെട്ട ജനതയെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി വായ്പ എടുക്കുന്നവരുടെ വായ്പകൾ അത് എഴുതിത്തള്ളുകയും അവർക്ക് പിന്നെയും സബ്സിഡികൾ അനുവദിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും അവർക്ക് വായ്പകൾ നൽകുന്ന ഒരു പ്രവണതയും നമ്മുടെ കേരളത്തിലുള്ളതാണ്. അപ്പൊ ഇത്തരം 2 തട്ടിലുള്ള ഈ ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് എതിരെ ഈ ജപ്തി നടപടി സർഫാസി നിയമം കേരളത്തിൽ അമെന്റ്മെന്റ് ചെയ്ത്, കേരളത്തിൽ എന്നുള്ളതല്ല നമ്മുടെ രാജ്യത്ത് തന്നെ അമെന്റ്മെന്റ് ചെയ്ത് ഈ നിയമം പിൻവലിക്കുന്നതിന് ആവശ്യമായ നടപടി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരസമിതിയിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരങ്ങൾക്കും എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ടും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജപ്തി വിരുദ്ധ ജനകീയ സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എം സരസ്വതി മുഖ്യ പ്രഭാഷണം നടത്തി. സർഫാസി ആക്ട് 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുന്നതായി അവർ പറഞ്ഞു. ബാങ്കിന്റെ വായ്പ കിട്ടാക്കടത്തിൽ 85% വൻകിട കുത്തകകളുടേതായിരിക്കുമ്പോൾ 15% കിട്ടാക്കടം നൽകാനുള്ള സാധാരണക്കാരെയാണ് സർഫാസ് ആക്ട് പ്രകാരം കൂടുതൽ ദുരിതമനുഭവിക്കേണ്ടി വരുന്നത്. ഈ നിയമത്തിലൂടെ സാധാരണക്കാരായവരുടെ വസ്തുവകകൾ പിടിച്ചെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ജപ്തി വിരുദ്ധ ജനകീയ സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എം സരസ്വതി പറഞ്ഞു. സർഫാസി നിയമം ഇന്ത്യ നമ്മുടെ പാർലമെന്റിൽ പാസ്സാക്കുന്നതിന് വിശദമായ ചർച്ച നടന്നിട്ടില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഈ നിയമം കൊണ്ടുവരുന്നതിന് എന്തിനാണെന്നുള്ള അന്വേഷിച്ചപ്പോൾ അന്ന് പാർലമെന്റിൽ പറഞ്ഞത് ബാങ്കിന്റെ കടങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ട്, വായ്പ എടുത്ത തുകകൾ തിരികെ കിട്ടാനായിട്ടുള്ള ഒരു നിയമം മാത്രമാണെന്നാണ് അന്ന് പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിക്കുക, ഈ രാജ്യത്ത് 85% വരുന്ന നിഷ്ക്രിയ ആസ്തി കിട്ടാക്കടം എന്ന് പറയുന്നത് ഇവിടെ കുത്തക മുതലാളിമാരുടെ, ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ, ഇവിടുത്തെ ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ അങ്ങനെയുള്ളവരെയാണ് ഈ 85% കിട്ടാക്കടങ്ങളും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ഇവിടുത്തെ സാധാരണക്കാരന് വെറും 15% വായ്പ മാത്രമേ ഈ ബാങ്കുകളിൽ നിന്നും എടുത്തതിന്റെ പേരിൽ കിട്ടാക്കടമായിട്ട് ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. ഈ സെക്ഷൻ 13, 14 അനുസരിച്ച് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുത്ത വായ്പകൾ 2 ഇൻസ്റ്റാൾമെന്റ് മുടങ്ങിയാൽ 3ാമത്തെ പ്രാവശ്യം നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്ന വസ്തുവകകൾ പിടിച്ചെടുക്കാനുള്ള അവകാശം ബാങ്കിന് കൊടുത്തിരിക്കുന്നതാണ് ഈ സെക്ഷൻ 13. അതിനെതിരായിട്ട് നമ്മൾ DRG കോടതിയിലെ പോലെ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ, അത് കേരളത്തിൽ ഒരിടത്ത് മാത്രമേ ഉള്ളൂ, എറണാകുളത്ത് മാത്രമേ ഉള്ളൂ. ആ DRG കോടതിയിൽ പോയിട്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. എപ്പോഴും ബാങ്കിന് അനുകൂലമായ രീതിയെ അവിടെ നടപ്പിലാക്കത്തുള്ളൂ. നമ്മള് അവിടെ ഒരു കേസ് കൊടുക്കണം എങ്കിൽ മൊത്തം വായ്പയുടെ 25% തുക DRG കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമേ നമ്മുടെ കേസ് അവിടെ ഫയൽ ചെയ്യാനൊക്കത്തുള്ളൂ. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മള് 5, 10, 15, 20 ലക്ഷം രൂപ
വിവിധ ആവശ്യങ്ങൾക്കായിട്ട് എടുത്തിരിക്കുന്നതിന്റെ 1-2 ഇൻസ്റ്റാൾമെന്റ് മുടങ്ങി കഴിഞ്ഞാൽ പലിശ ഉൾപ്പെടെ നമ്മൾ എടുത്തതിനേക്കാൾ വലിയ തുക വരുന്നതുകൊണ്ട് അതിന്റെ 4/1 നമുക്ക് അടച്ച് കേസിന് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ 4/1 തുക അടച്ച് കുറഞ്ഞു പോയിട്ടും നമുക്ക് സാധാരണക്കാരനെ സംബന്ധിച്ച് യാതൊരുവിധ പ്രയോജനം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. വായ്പ എടുത്ത് പലരും ആത്മഹത്യ ചെയ്യുന്നു, കുടുംബസംഘം ആത്മഹത്യ ചെയ്യുന്നു, വീട് പൂട്ടി അവര് പുറത്താവുന്നു. ഈ നിയമത്തിന്റെ പുറത്ത് സിവിൽ നിയമം ഇവിടെ നടപ്പാക്കാൻ പറ്റത്തില്ല. അത് സംബന്ധിച്ചുകൊണ്ടാണ് ഈ സർഫാസി ആക്ട് പാസ്സാക്കിയത് തന്നെ. ഇവിടുത്തെ സുപ്രീം കോടതി പോലും സർഫാസി നിയമം അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ പിന്നെ നമുക്ക് എവിടെയാണ് രക്ഷയുള്ളത്? അപ്പൊ ഈ നിയമം സാധാരണക്കാരന്റെ ഏതാണ്ട് ഒരു 15% വന്ന സാധാരണക്കാരന്റെ വായ്പയുടെ മേൽ നടത്തുന്ന ജപ്തി നടപടികളും വീട് പൂട്ടി പുറത്താക്കലും ഈ നടപടികൾ ഒഴിവാക്കണമെങ്കിൽ ഈ നിയമം സർഫാസി നിയമം റദ്ദ് ചെയ്യുക തന്നെ വേണം. നമ്മുടെ ആവശ്യം അതാണ്, ഈ സർഫാസി നിയമം റദ്ദ് ചെയ്യുക. അല്ലാതെ ഇത് കുത്തക മുതലാളിമാരുടെ വസ്തുവകൾ പിടിച്ചെടുക്കുന്നതായിട്ടോ ബാങ്ക് ലേലം ചെയ്യുന്നതായിട്ടോ നമ്മൾ കാണുന്നില്ല. പിന്നെ സാധാരണക്കാരന്റെ ഒരു 15% വരുന്ന വായ്പകളുടെ പേർത്താണ് ഈ നടപടികളെല്ലാം വരുന്നത്. അതുകൊണ്ട് ഈ നടപടി നിർത്തിവെക്കുക മാത്രമല്ല, ഈ നിയമം നമുക്ക് ആവശ്യമില്ല. നമ്മുടെ രാജ്യത്ത് 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന നിയമമാണിത്, ഉള്ളവനും ഇല്ലാത്തവനും എന്ന്. നമ്മള് കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കി വെച്ച് നമ്മള് താമസിക്കാനായിട്ട് അത് വീട് പൂർത്തീകരണത്തിന് ഒരു ബാങ്ക് ലോൺ എടുത്താൽ അത് നമ്മൾ ആ വീട് വിട്ട് പുറത്തു പോകേണ്ടി വരുന്നു. ഇത്തരം നടപടികളെ ഒഴിവാക്കുന്നതിന് തീർച്ചയായിട്ടും സർഫാസി നിയമം നമുക്ക് ആവശ്യമില്ലാത്ത നിയമമാണ്. ഇത് റദ്ദ് ചെയ്യേണ്ടതാണ്. ഇത് റദ്ദ് ചെയ്തുകൊണ്ടുള്ള നടപടികൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊള്ളേണ്ടതാണ്. ഈ കേന്ദ്ര ഗവൺമെന്റ് സർഫാസി നിയമം പാസ്സാക്കി നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെ ഭരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ LDF സർക്കാർ കേരള ബാങ്ക് രൂപീകരിച്ചുകൊണ്ട് ഈ നിയമം നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ന് നമുക്കറിയാം കോപ്പറേറ്റീവ് ബാങ്കുകളുടെ അവസ്ഥ എന്താണെന്നറിയാം, കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥ എന്താണെന്നറിയാം. 400 കോടി രൂപ എങ്ങനെ ആ ബാങ്കിൽ ഇല്ലാതായി എന്നുള്ളത് അത് ഇന്നും ഉത്തരം ഇല്ലാത്ത ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ ഇവിടുത്തെ സഹകരണ മേഖല പോലും തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെന്നുള്ളത്. എന്ത് വന്നാലും സർഫാസി നിയമം സഹകരണ മേഖലയിൽ നടപ്പാക്കരുത്. സഹകരണ മേഖലയിൽ നിന്നും സർഫാസി നിയമം ഒഴിവാക്കേണ്ടതാണ്. ജപ്തി വിരുദ്ധ ജനകീയ സമിതി ജനറൽ കൺവീനർ കെ സോമരാജ് അധ്യക്ഷനായിരുന്നു. ജോർജ് സൈജു, രമണൻ, രഘുനാഥ് പനയം തുടങ്ങിയവർ ധർണാ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫേസ് ടു ഫേസ് മീഡിയ, കൊല്ലം.